നമ്മുടെ ഒരു മെന്റൽ പ്രോസസ്സിനെയാണ് നമ്മൾ കൊഗ്നീഷൻ എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം നമ്മള് ചുറ്റും പല ശബ്ദങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ക്ലാസ് കേൾക്കുന്നുണ്ട്, ചുറ്റും പല ശബ്ദങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് അറ്റൻഡ് ചെയ്യും. നിങ്ങളതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുമുതല് നമ്മൾ ഓരോ കാര്യങ്ങളും അതിന് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ കേൾക്കേണ്ടത്, അല്ല നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് കൊഗ്നീഷനിൽ വരുന്നത്. കൊഗ്നീഷൻ എന്താണെന്ന് മനസ്സിലായോ? റെക്കോർഡ് ഓൺ ആയിട്ടില്ല. ഞാൻ അത് നിങ്ങളോട് ഇന്നലെ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ ഓണായോ? ഇപ്പൊ ഓണായി മിസ്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ പറയൂ. മാം എടുക്കുന്ന ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോ? എന്താണ് ഇടേണ്ടത്? മാം ഇപ്പൊ എടുക്കുന്നില്ല, ഇപ്പൊ എടുക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇന്ന് എടുക്കുന്ന പോർഷൻ ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോ? അതിന്റെ സ്ക്രീൻഷോട്ട് പേജസ് ആണോ അതെന്താ ടോപ്പിക് എഴുതിയിട്ടാ മതിയോ? എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ബുക്കിൽ ടെക്സ്റ്റിലുള്ള ഭാഗം ഒന്ന് ഇടാൻ പറ്റുവാണെങ്കിൽ. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ റെക്കോർഡ് ഓൺ അല്ലെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഇപ്പൊ ഞാൻ എന്റെ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്റെയിൽ അങ്ങനെ കാണുന്നത് കേട്ടോ. ഹലോ ഹലോ, നിങ്ങൾ എപ്പോഴും റെസ്പോൺസ് ചെയ്യണം. കാരണം എന്റെ ഇവിടെ റേഞ്ച് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്റെ റേഞ്ച് പോയതാണോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഫോണാണ്. അപ്പോ ഓൺ അല്ലാത്ത കാര്യം ഒന്നുകൂടി പറയാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്, 3rd മൊഡ്യൂളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, യൂണിറ്റ് 3. അപ്പൊ നമ്മുടെ കൊഗ്നിഷൻ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാല് ഹയർ ഓർഡർ ആയിട്ടുള്ള മെന്റൽ ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മളൊരു കാര്യം, നമ്മുടെ ബ്രെയിന് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചുറ്റുമുള്ള നമ്മളൊരു അറ്റൻഷൻ അതിന് കൊടുക്കുക, ശ്രദ്ധിക്കുക, അത് കേൾക്കുക, നമ്മള് അതിന് ഓർത്ത് വെക്കുക, പിന്നെ നമ്മളെ പ്രോബ്ലം സോൾവിങ്, നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതൊക്കെ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഈ പ്രക്രിയകളൊക്കെ ചെയ്യുന്നതിനാണ് കൊഗ്നിഷൻ എന്ന് പറയാം. അതാണ് നമ്മൾ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഒരു കുട്ടികളുടെ ഡെവലപ്മെന്റ്, ആ കുട്ടികളിലുള്ള കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് 3 നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് കൊഗ്നിഷൻ എന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി. ഓക്കെ, അത് ക്ലിയർ ആണ്. അപ്പൊ ആരാ വായിക്കുന്നെന്ന്? ഫസ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുക? പുസ്തകം കയ്യിലുള്ള ആരെങ്കിലും റെഡിയാണോ? ഞങ്ങളത് ആരടുത്താണ് പുസ്തകം ഉള്ളത് ഇല്ലെന്ന് എനിക്ക് അറിയാത്തോണ്ടാണ്. വായിക്കാം. ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒന്നുകൂടി ഹയർ ആയിട്ടുള്ള പ്രോസസ്സുകൾ, നമ്മുടെ തിങ്കിങ്, മെമ്മറി, പിന്നെ അതിനെ നമ്മൾ പിന്നെ ഓർമ്മിച്ചെടുക്കുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കൊഗ്നീഷൻ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കിയാലുള്ളൂ, ബാക്കി പോവാ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ ആരാണ് ഒരാള് വായിക്കാൻ റെഡി ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയില്? വായിക്കട്ടെ മിസ്. എന്താ പേര്? മുഹ്സിന. മുഹ്സിന വായിച്ചു. Dr. Montessori was a keen observer of human nature, especially of infants. In human, child instinct has withdrawn to give place to something higher, to the intelligence and will of man. Animals have nearly awakened their instincts towards their specified behavior. Human baby is not born with intelligence, but it develops as a result of interest with environment. Montessori called their particular character as spiritual embryo. ഓക്കെ, ഇതിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? നമുക്ക് എന്താ മനസ്സിലായി എന്ന് പറയൂ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിച്ചെങ്കിൽ. പറഞ്ഞ കാര്യം തന്നെ, ജനിക്കുമ്പോ മനുഷ്യന്റെ കുട്ടി, മൃഗത്തിന്റെ കുട്ടികൾക്ക് എല്ലാ ഇത് അറിയാൻ പറ്റും. അതായത് അവര് ഓൾറെഡി ഇപ്പൊ
നടക്കാനും അവര് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ. അപ്പം മനുഷ്യന്റെ കുട്ടികൾക്ക് അതൊരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ അവർ കണ്ടും അറിഞ്ഞും ഒക്കെ പഠിച്ചിട്ടാണ്. അതെ, അതിനാണ് മർജിന് എംബ്രിയോ എന്ന് പറയുന്നത്. എക്കോ പ്രശ്നമുണ്ടല്ലേ? മർജിന് കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ മതി കേട്ടോ. ഇല്ല, കഴിഞ്ഞു മാം. അന്ന് എടുത്തതിൽ എനിക്ക് കുറച്ച് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, അന്ന് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും ഇനി ഇംഗ്ലീഷിൽ ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അർത്ഥം പറയാം. അതായത് മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ സ്വഭാവത്തെ, പ്രത്യേകിച്ച് കുട്ടികളുടെ സ്വഭാവം വളരെയധികം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുള്ള ഒരാളായിരുന്നു. എങ്ങനെയാണ് കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് വളരുന്നത് എന്ന ഒരു വർഷങ്ങളോളം, ഒരുപാട് വർഷം എടുത്തിട്ട് അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ മനുഷ്യ കുട്ടികൾക്ക് മൃഗങ്ങളുടെ പോലെ അവർക്ക് ഇപ്പൊ എന്തൊക്കെയാ നീഡ്സ് ഉള്ളത്? ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, റീപ്രൊഡക്ഷൻ, ഇതൊന്നും അല്ലാണ്ട്, ആ ഒരു ഇതിനോട് മാത്രമല്ലാണ്ട് ബുദ്ധിയും, പിന്നെ അവർക്ക് ബുദ്ധിയുണ്ട്, അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, ഇതൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മളെ മരിയ മോണ്ടിസോറി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വളരുമ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുന്നത്. പിന്നെ ഈ പക്ഷികള്, അവർക്കിപ്പോ നമുക്കറിയാം, പക്ഷികൾ കൂടുണ്ടാക്കും, ചിലന്തി, എട്ടുകാലികള് അവരുടെ വല ഉണ്ടാക്കും. ഇതൊന്നും അവരാരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അത് അവരൊക്കെ പഠിച്ച് അവരുടെ, നമ്മൾ പറയില്ല, അണ്ണാൻ കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ടതില്ല എന്നൊരു ഡയലോഗ് ഉണ്ട് തോന്നുന്നു. സോ അങ്ങനത്തെ ആ കാര്യങ്ങളാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു ബുദ്ധി ഡെവലപ്പ് ആയിട്ടല്ല ജനിക്കുന്നത്. ഇവരെന്താണ്, അവരുടെ സാഹചര്യങ്ങളിലൂടെ, അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിലൂടെ ഇതെല്ലാം പിന്നീട് വളർന്നു വരാൻ ചെയ്യുന്നത്. കാണുക, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്, കളിക്കുന്നത്, തൊടുന്നത്, ഇതൊക്കെ അവരുടെ ബുദ്ധി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു പ്രത്യേക വളർച്ചാ സ്വഭാവം, അതായത് നമ്മൾ പറഞ്ഞു മൃഗങ്ങളെല്ലാം അങ്ങനെ പഠിക്കും, പക്ഷെ മനുഷ്യന്റെ, അതായത് ഹ്യൂമൻ സെൽസ് അല്ലാതെ എങ്ങനെയാണ് കണ്ടും കേട്ടും സ്പർശിച്ചും അറിഞ്ഞുമാണ് പഠിക്കുന്നത്. ഈ ഒരു പ്രത്യേക സ്വഭാവത്തെയാണ് മരിയ മോണ്ടിസോറി സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ എന്താവും, നമ്മുടെ ശരീരത്തിൽ മക്കള് വളരുന്നത് പോലെ ജനിച്ചതിന് ശേഷമാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വം, നമ്മളല്ലോ ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണെന്ന്. ഈ ഓരോരുത്തർക്കുമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിത്വം ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി പാരഗ്രാഫ് 2 ആരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്സേ. As earlier mentioned, spiritual embryo is not visible by birth but revealed through two conditions. First, environment. He needs to interact with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. She discovered two internal aids that help the child to develop also: the sensitive period and the absorbent mind. She described this develop also, the sensitive period and the absorbent mind. She described this predetermined physique pattern as various stages of child development. പ്രീഡിറ്റർമൈൻഡ് സൈക്കിക് പാറ്റേൺസ് ആണ്. അപ്പോ നമുക്ക് ഇനി നെക്സ്റ്റ് പാരാഗ്രാഫ് എന്താന്ന് നോക്കാം. അതായത് നമുക്ക് ഈ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്ന സംഭവം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സാഹചര്യമല്ല, സാധനമല്ല. ഇത് രണ്ട് സാഹചര്യങ്ങളിലൂടെയാണ് പ്രകടമാകുന്നത്. എന്താണ്? അതായത് ഈ കുട്ടികളുടെ മൈൻഡ് ഡെവലപ്പ് ആവുന്നത് നമുക്ക് പിന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിന് എന്താണ്, അവർ ചുറ്റുപാട് ഇടപഴകി അവർ ലോകം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവർ ലോകത്തെ അറിയുന്നത്. അവർ കാണുന്നു, തൊടുന്നു, ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അങ്ങനെയാണ് കുട്ടി പഠിക്കുന്നത്. പിന്നെ അത് ഫസ്റ്റ് കാര്യം, അതായത് അവർക്ക് ഒരു എൻവിറോൺമെന്റ് കൊടുക്കുക എന്നുള്ളത്. അവരുടെ ചുറ്റും എന്താണോ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയാണ് അവർ ലോകത്തെ മനസ്സിലാക്കുക. അത് അവർക്ക് കൊടുക്കുന്ന എൻവിറോൺമെന്റ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യം.
അവർക്ക് വേണ്ട കാര്യങ്ങൾ എടുത്ത് വെച്ച് പഠിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. എല്ലാ കാര്യങ്ങളും മുതിർന്ന ആൾക്കാർ ചെയ്തു കൊടുത്താൽ കുട്ടികൾ പഠിക്കില്ല. നമ്മൾ എന്നും ഒരു കുട്ടിക്ക് ചെരുപ്പിട്ട് കൊടുക്കുക, എന്നും കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി ഒരിക്കലും ചെരുപ്പ് സ്വയം ഇടാനോ ഭക്ഷണം കഴിക്കാനോ പഠിക്കില്ല. അവർക്കൊരു അവസരം കിട്ടി അവർ ആദ്യം ഭക്ഷണം എടുക്കുന്നു, അത് അവന്റെ ഹാൻഡും നമ്മുടെ വായും തമ്മിൽ ഒരു കോർഡിനേഷൻ ആണ്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഇത് വായിലേക്ക് പോണം എന്ന് ഇതാക്കിയിട്ട് അവരത് വായിലേക്കും കൊണ്ടുവന്ന് ആ കോർഡിനേഷൻ ഒക്കെ ചെയ്യും. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കണ്ണടച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വായിലോട്ട് പോകും, പക്ഷെ ഒരു കുട്ടിക്ക് അങ്ങനെ തുടക്കത്തിലാവില്ല. അപ്പൊ അതൊക്കെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാണ്ട് അവരെന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോഴാണ് അതുണ്ടാവുക. പിന്നെ ഈ ഒരു കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രണ്ട് ആന്തരിക ശക്തികൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഉള്ളിലുള്ളത് ഒരു ഇന്നർ മോട്ടിവേഷൻ, ഒരു ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയും. പുറത്തുള്ളതല്ല, പുറത്ത് ഒരു എക്സ്റ്റേണൽ എന്നൊക്കെ പറയണത് എന്താണെന്നറിയോ? നമ്മുടെ മണി, ഫെയിം, നമ്മൾ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ കുറെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, ആളുകൾ നമ്മൾ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണൽ എന്ന് പറയും. ഇന്റേണൽ പറയുമ്പോൾ എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട്, നമുക്ക് അങ്ങനെ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് അതിലാണ്, നമ്മുടെ മൂഡിനൊക്കെ അനുസരിച്ച് തന്നെ നമ്മൾ ഇന്റേണൽ എന്ന് പറയാം. അങ്ങനെയുള്ള രണ്ട് ഇന്റേണൽ ഫോഴ്സസിനെ, ഇന്റേണൽ എയ്ഡ്സിനെ മറിയ മോണ്ടിസോറി കണ്ടുപിടിച്ചു. ഒന്നെന്താണ്? സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. ഈ സെൻസിറ്റീവ് പീരീഡ് എന്താണെന്നും അബ്സോർബന്റ് മൈൻഡ് എന്താണെന്നും ആരാ പറയാ? ആരെങ്കിലും പറയോ? അല്ലെങ്കിൽ ഞാൻ പറയാം. സെൻസിറ്റീവ് പീരീഡ് പറയുമ്പോ എന്തെങ്കിലും സ്കില്ലൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുട്ടികൾക്ക് സ്വയം ചെയ്തെടുക്കാൻ കഴിയും. സ്കില്ലൊക്കെ അവർ നടക്കുക, ഓടുക, അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ കഴിയുന്നത്. പിന്നെ അബ്സോർബൻ മൈൻഡ് അറിയുമ്പോ കുട്ടികൾ എന്തും പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കുമല്ലോ, എന്തും പഠിച്ചെടുക്കും പെട്ടെന്ന്. അൺകോൺഷ്യസ് ആയി തന്നെ അവരെന്തും പഠിച്ചെടുക്കും. ശരിയാണ്. ഫർസാനന്ദസിന് സ്പീഡ് കുറക്കുവോ ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് കൂടുതലാണല്ലേ? ഞാൻ ഓൾറെഡി നിങ്ങൾ കേട്ടതല്ലേ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻസിറ്റീവ് പീരീഡ് എന്താണെന്നും അബ്സോർബൻ മൈൻഡ് എന്താണെന്നും നമ്മളിപ്പോ പറഞ്ഞു. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ റേഞ്ച് പോവാണെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയച്ച് പറയണേ. എന്താണ് ഈ പിന്നെ അവര് പറഞ്ഞിട്ടുള്ളത്, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സൈക്കിക് പാറ്റേൺസ് ഉണ്ട് കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ഇതുണ്ട്, മോഡൽ, മാതൃക എന്നൊക്കെ പറയുന്നത്. ഇത് ഓൾറെഡി നിശ്ചയിച്ചിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഈ സംഭവങ്ങൾ എല്ലാ കുട്ടികളും ഉണ്ടെന്ന് മനസ്സിലാക്കിയവര് ആ ഒരു പാറ്റേൺ അവർ കണ്ടുപിടിച്ചു. അതായത് വളർച്ചയ്ക്ക് ചില പ്രത്യേക പാറ്റേൺസ് ഉണ്ട്, ചില മോഡൽസ്. അത് എല്ലാ കുട്ടികളിലും മോഡൽ ഉണ്ട്. അത് എല്ലാ കുട്ടികളെയും നിരീക്ഷിക്കുന്നത് വഴി മരിയ മോണ്ടിസോറി കണ്ടുപിടിച്ചു. ഇത് കൂടുതൽ ചിന്തിക്കണ്ട, ഞാൻ ബാക്കി പറയും. അപ്പൊ എന്താണ്, കുട്ടിയുടെ വളർച്ചയായിട്ട് കുറെ ഘട്ടങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതെന്താണ്, ഈ വളർച്ചയ്ക്ക് ഒരു നിശ്ചിത ക്രമത്തിലാണ് ഓൾറെഡി ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മൈൻഡില്, നമ്മുടെ ഇതിലൊക്കെ. അപ്പൊ നമ്മൾ അത് മരിയ മോണ്ടിസോറി കണ്ടുപിടിച്ചു. ഇനി അതിനനുസരിച്ച് അവര് ആണ് ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അത് എന്തൊക്കെയാന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഓരോന്നും നോക്കാൻ പോവാ. എന്തൊക്കെയാണ്? അപ്പൊ ലവ് ഓഫ് വർക്ക് ആണ് ഫസ്റ്റ് വരുന്നത്. ലവ് ഓഫ് വർക്ക് ആരാ വായിക്കുന്നത്? ഹലോ, ഇപ്പൊ പറഞ്ഞ ആളുടെ സൗണ്ട് കുറവായിട്ട് എനിക്ക് കേട്ടത്. എനിക്ക് മാത്രമുള്ളത്, വേറെ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? കേൾക്കുന്നുണ്ടല്ലേ? എന്നാ പറഞ്ഞോളൂ. ആരാ വായിക്കാന്ന് പറഞ്ഞേ? മുനീറ. എന്നാ മുനീറ വായിച്ചോളൂ. ലവ് ഓഫ് വർക്ക്.
Montessori considered work as a superpower that helps children to achieve a lot of emotional development than play. However, children prefer work to play. Through work, then they learn to choose freely and find sene- serenity, serenity in doing things. Montessori observed the children of Casa de Bambini were able to achieve integration of self through work. Children in her school with destructive behavior like aggressiveness, hostility, etc. were changed to calm and quiet in no time. Through work, children improve the power of concentration and a new state of psychic integration. Montessori coined their psychic integration as normalization. Normalization arises in concentration and focus on activity. ഓക്കെ, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ ബോക്സിലുള്ളത് ആദ്യം വായിക്കില്ലേനാ? ഓക്കെ. അതായത് ഇപ്പൊ നമ്മള് ആരെങ്കിലും ഇതിൽ പറയുന്നുണ്ടോ? അല്ല, അത് മുനീർ വായിക്കണ്ട, ഞാൻ പറഞ്ഞോണ്ട്. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സൈക്കിക് പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസ് ഏതൊക്കെയാണെന്നാണ് ഈ ഫസ്റ്റത്തെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ലവ് ഓഫ് വർക്ക്, ലവ് ഓഫ് ഇൻഡിപെൻഡൻസ്, പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ഓഫ് വില്ല്, ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ഇമാജിനേഷൻ ഓർ ക്രിയേറ്റിവിറ്റി, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ്, സ്റ്റേജസ് ഓഫ് ചൈൽഡ് ഗ്രോത്ത്. ഇനി ഈ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചെന്നുള്ളത് ഇതിന് വേണ്ട കാര്യങ്ങളാണ്. അതായത് കണ്ടീഷൻ നെസസറി ഫോർ ദിസ്. അതായത് ഈ പാറ്റേൺസ് ഒക്കെ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയിൽ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടികൾക്ക് കിട്ടണം. ഒന്നെന്താണ്? എൻവിറോൺമെന്റ്. രണ്ടാമത്തെ സംഭവം ഫ്രീഡം ആണ്. എന്താണ് എൻവിറോൺമെന്റ്? അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്ന, അവർക്ക് നമ്മുടെ ചുറ്റും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ, മെറ്റീരിയൽസും കൊടുക്കുന്നത് എൻവിറോൺമെന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം. അവർക്ക് സ്വതന്ത്രമായിട്ട് എല്ലാം തെരഞ്ഞെടുക്കാൻ നമ്മൾ പറഞ്ഞു, അത് ഇപ്പൊ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം എന്നുള്ളത്. ഇനി എന്താണ്? രണ്ട് ഇന്റേണൽ എയ്ഡ്സ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഒരു ചൈൽഡിന്റെ, ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഉള്ളിൽ തന്നെ അവർക്ക് ഒരു ആന്തരികമായിട്ട് ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ത്? സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. സെൻസിറ്റീവ് പീരീഡ് എന്താണെന്നും അബ്സോർബൻ മൈൻഡ് എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഈ ബോക്സിൽ. ഇതാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മോഡൽ ഓഫ് ബിഹേവിയർ ആണ്. കുട്ടികളുടെ, ഞാൻ പറഞ്ഞു, എല്ലാ കുട്ടികളിലും ഈ ഒരു മോഡൽ തന്നെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അതാണ് ആ ബോക്സിൽ വരുന്നത്. ഇനി ഇത് ചോദിച്ചാളാരാ? ഫർസാന തസ്നിക്ക് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ മുനീറിപ്പോ ലവ് ഓഫ് വർക്ക് വായിച്ചു. ഈ ലവ് ഓഫ് വർക്ക് എന്താന്ന് നമുക്ക് പറയാം. അത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായവർ, അല്ലെങ്കിൽ വായിച്ചിട്ട് എന്തെങ്കിലും തോന്നിയവർ തന്നെ. അപ്പൊ ഓക്കെ, ഞാൻ പറയാം. അതായത് മോണ്ടിസോറി ബിലീവ് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, ഈ വർക്ക്, ഞാൻ ഓരോ ലൈൻ ബൈ ലൈൻ പറയാനാണ് നോക്കുന്നത്. ഈ വർക്ക് എന്ന് പറഞ്ഞാല് ഒരു പ്ലേനേക്കാളിലും കൂടുതൽ കുട്ടികളെ ബ്രെയിന് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വർക്ക് എന്ന് പറയുന്നത്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഒന്നും മീനിങ് ഒന്നും ഇല്ലാത്തൊരു കളി. പല കളിക്കും വലിയ അർത്ഥവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ ആണ് ഉണ്ടാവുക. അതാണ്
അതിൽ പറയുന്നത്. അവർക്ക് കൂടുതൽ ഡെവലപ്മെന്റ്, ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് പ്ലേനേക്കാളിലും കൂടുതൽ വർക്ക് എന്നാണ് കിട്ടുക. കുട്ടികള് പ്ലേനേക്കാളിലും വർക്ക് ചെയ്യാനാണ് അവരെന്ത് ചെയ്യാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു വർക്ക് ചെയ്യുമ്പോൾ അവരെന്താണ് ഫ്രീ ആയിട്ടും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതിനൊക്കെയാണ് ഒരു ചെയ്യാൻ നോക്കാം. ഈ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ ജോലികളും കാര്യങ്ങളോ അല്ല. നമ്മൾ ചെയ്യുന്ന വർക്കല്ല, അവർക്ക് എന്ന് പറഞ്ഞാൽ മീനിങ് ആയിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ട് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനത്തെ വർക്കുകളാണ് നിങ്ങൾ ഇനി ഒരു മോണ്ടിസോറി ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ എത്തുമ്പോഴും കൊടുക്കേണ്ടത്. അവരെന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, പിന്നെ ഒരു സംഭവത്തിൽ നിന്ന് ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് ആ വർക്കുകള് അതിന്റെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചുതരാം എന്തൊക്കെയാണ് കൊടുക്കാന്നുള്ളത്. പിന്നെ ഈ മോണ്ടിസോറിയുടെ കാസാദി പമ്പിനി എന്നുള്ള സ്കൂൾ ഉണ്ടല്ലോ, അവിടെ അങ്ങനെ ഒരുപാട് വർക്ക് മീനിങ്ഫുൾ ആയിട്ടുള്ള വർക്കുകൾ കൊടുക്കുന്ന കാരണം കുട്ടികൾക്ക് ഒരു സെൽഫ് ഇന്റഗ്രേഷൻ ഉണ്ടായത് അവര് കണ്ടു എന്നാണ് പറയുന്നത്. സെൽഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു വ്യക്തിത്വ രൂപീകരണമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സ്വന്തമായിട്ട് അവരുടെ സെൽഫ് ഇങ്ങനെ അവരുണ്ടാക്കുക, അങ്ങനെ അവർ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ അവർക്ക് അവരുടെ തന്നെ ഒരു എന്താ പറയാ അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം അത് ബിൽഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യാണ്, അവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വർക്ക് കാര്യങ്ങൾ കൊടുത്തതുപോലെ തന്നെ ഇവരുടെ ഒരുപാട് ഈ അക്രമ സ്വഭാവമുള്ള കുറച്ച് കുട്ടികളുണ്ടാവും, പിന്നെ ശത്രുത ഉള്ളവരുണ്ടാവും. ഇവരൊക്കെ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ തന്നെ അവര് കാമൻ ക്വയറ്റായിട്ട് കുറച്ച് ശാന്തശീലരായിട്ടുള്ള കുട്ടികളായിട്ട് മാറുകയാണ്. അതായത് ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികളുടെ കോൺസെൻട്രേഷനും കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ അവർക്ക് പവർ ഓഫ് കോൺസെൻട്രേഷൻ കിട്ടണം. അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ ശ്രദ്ധ തരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ ചപ്പാത്തി, പത്തിരി തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ ഉത്സാഹം ഉണ്ടാവും കുട്ടികൾക്ക് അതിന്റെ കാര്യങ്ങൾ അത് പരത്താനും അത് ചുട്ടെടുക്കാനും ഒക്കെ. അപ്പൊ അവരങ്ങനെ പരത്തുന്നൊക്കെ ടൈമിൽ അവർ കംപ്ലീറ്റ്ലി അവരുടെ കോൺസെൻട്രേഷൻ അതിൽ കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്, അത് വേറെ ഒന്നിനും നോക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഈ ലവ് ഓഫ് വർക്കിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ നോക്കട്ടെ. മിസ് അതിൽ നോർമലൈസേഷൻ പറയണ്ടല്ലോ, മിസ് വിട്ട ക്വസ്റ്റ്യൻസിലും വേണ്ട നോർമലൈസേഷനെ കുറിച്ച് ചോദിക്കണ്ടല്ലോ, അതെന്താ? ഒരു മിനിറ്റ് കേട്ടോ. ഈ നോർമലൈസേഷൻ ഉദ്ദേശിക്കുന്നത് അവരെ വർക്ക് ചെയ്യുന്നത് നമ്മൾ നോർമലൈസ് ചെയ്യാന്നുള്ളത്. അതായത് അവരൊരു പ്ലെയിനിലുപരി മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം, അതൊരു സാധാരണ കാര്യമായിട്ട് കാണുക എന്നുള്ളതാണ് ഈ നോർമലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹലോ. അവര് ചെയ്യണ കാര്യങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ കാണുക ആണോ? യെസ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്, അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ അവരെ ഈ നോർമലൈസ് ചെയ്യുക. ഈ നോർമലൈസേഷൻ എന്ന് പറയുമ്പോഴേ ഒരു കുട്ടി സ്വാഭാവികമായിട്ട് ശാന്തമായിട്ട് അവർ അച്ചടക്കത്തോടെ ഏകാഗ്രതയോടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് അവരുടേതായ ഒരു നോർമൽ പീരീഡ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ നോർമലൈസ് ചെയ്യുന്നതാണ് കുട്ടികളുടെ സ്വഭാവം. അതായത് അവർ സാധാരണയായിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയില്ലേ, അങ്ങനെ നോർമൽ ആയിട്ട് അവര് ശാന്തമായിട്ടും ഒരു അച്ചടക്കത്തോടെ അവർ ഈ ചെയ്യുന്നതിനെ നമ്മൾ നോർമലൈസ് ചെയ്യാം. അതായത് അതിനെയാണ് ആ ഒരു പ്രോസസ്സിന് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയാം. എങ്ങനെയാണ് ഈ നോർമലൈസേഷൻ ഉണ്ടാവുന്നത്? അവർ ശ്രദ്ധയോടെ അവരൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ നോർമലൈസേഷൻ ഉണ്ടാവുന്നത്. ഒരു കുട്ടീനെ നമുക്ക് നിർബന്ധിച്ചിട്ട് ഒരു കാര്യം പഠിപ്പിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്, നമുക്ക് നിർബന്ധിച്ചിട്ടൊരു നല്ല ആളാക്കാൻ അല്ലെങ്കിൽ ഒരു
നല്ല അടിപൊളി അച്ചടക്കമുള്ള ഒരു കുട്ടി, ഒരു അടിച്ച് പഠിപ്പിച്ചും കൊണ്ട് ഒരു കുട്ടിക്ക് ഒരിക്കലും അച്ചടക്കമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അവർക്ക് ഒരു നോർമലൈസേഷൻ കിട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലായോ? അതായത് ഇപ്പൊ ലൈൻ നോക്കുകയാണെങ്കിൽ മോണ്ടിസോറി കോയിൻ ദെയർ സൈക്കിക് ഇന്റഗ്രേഷൻ ആസ് നോർമലൈസേഷൻ. ഈ അവരുടെ ഈ ശ്രദ്ധയും കാര്യങ്ങളും എല്ലാം അവരെ ഏകീകരിച്ച് കൊണ്ടുവരുന്നതിനെയാണ് ഈ സൈക്കിക് ഇന്റഗ്രേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ സൈക്കിക് ഇന്റഗ്രേഷനെ നോർമലൈസേഷൻ ആക്കിയിട്ടാണ് മോണ്ടിസോറി കണ്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? ഇവര് ശ്രദ്ധിക്കുന്ന ഈ എല്ലാം അവർ ചെയ്യുന്ന കാര്യമാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശ്രദ്ധ, ഏകീകരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോക്കസും കാര്യങ്ങളൊക്കെ എന്താണ് അവരെ നോർമലൈസേഷൻ ആക്കി കണക്കാക്കുക. ഇത് എങ്ങനെയാണ് ഇവർക്ക് നോർമലൈസേഷൻ കിട്ടുക? അതെന്ത് ചെയ്യണം? അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാവുമല്ലോ, കുട്ടികൾ അങ്ങനെ കട്ട വെച്ചിട്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താണ് അവർക്കത് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്, അവരതിൽ ശ്രദ്ധിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ അവരുടെ കളിയും കാര്യങ്ങളും ശ്രദ്ധയൊക്കെ അതിലുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പറയാം. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? ഹലോ, കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. സുഹൈല, മുഹ്സിനൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ വർക്ക് ഓഫ് ദ ചൈൽഡ് ആൻഡ് ദാറ്റ് ഓഫ് എൻ അഡൽട്ട്. അതാരെങ്കിലും വായിക്കാൻ റെഡിയാണോ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ. Differences between the work of child and that of an adult. The aim of the child's work is not an external one but of an internal one, that is for self-construction. An adult works to finish an activity, the child works in order to grow. Through work, the develops construction, his motor developments, work habits, and more importantly, his self-concept. Next point വായിക്കണം. മൈക്ക് ഓഫ് ചെയ്തോളൂ. ഒരു പോയിന്റ് പറയുമ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, എന്നിട്ട് ഞാനത് നിർത്തുമ്പോൾ അടുത്തത് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ മിസ്. അതിലുള്ള നിങ്ങൾ മെയിൻ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് ചൈൽഡ്സ് വർക്ക് ഈസ് നോട്ട് എക്സ്റ്റേണൽ ബട്ട് ഓഫ് എൻ ഇന്റേണൽ വർക്ക് എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഇന്റേണൽ എന്താണ്, എക്സ്റ്റേണൽ എന്താണ്. നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിലേ പറഞ്ഞു ഇന്റേണൽ എന്താണ്, അവരിഷ്ടപ്പെട്ട് നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ മൂഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്റേണൽ ആണ്. ഒരു കുട്ടി ഒരു കാര്യം ചെയ്യണതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അവരത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതിന് വേറെ ഒരു ഇതുമില്ല. അല്ലാതെ അവർക്ക് വേറെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അതിന് എന്റെ റിസൾട്ട് അവർ നോക്കാത്തതുകൊണ്ടാണ് പല കുട്ടികൾക്ക് എപ്പോഴും ഉമ്മമാരെ അടി കിട്ടുന്നതിന്റെ വരിക. ഞാൻ പറഞ്ഞില്ല, അവരൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ശരീരം, അവർ നമ്മളെ കയ്യും കണ്ണും തമ്മിലുള്ള കോർഡിനേഷൻ, അങ്ങനെ പല പല ബ്രെയിൻ ഡെവലപ്മെന്റ്സും നടക്കാനാണ് അവർ ചെയ്യുന്നത്. ഒരു അഡൽട്ട് എന്താ ചെയ്യുന്നത്, അത് ഫിനിഷ് ചെയ്യണം, അത് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാ ജോലികൾ ചെയ്യുന്നത്? നമ്മളൊരു എക്സസൈസ്, നമ്മുടെ ശരീരത്തിനൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മൾ എല്ലാം പണി തീർക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരു അഡൽട്ട് ഒരു വർക്ക് ചെയ്യുന്നത് അതിന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഒരു എൻഡ് റിസൾട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഒരു കുട്ടി എന്താ ചെയ്യുന്ന വെച്ചാല് അവരെ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. അപ്പൊ ഇവര് ചിത്രം വരയ്ക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാലറിയാം, അവരെന്താ വരയ്ക്കണമെന്നൊന്നുമില്ല, അവരങ്ങനെ വരയ്ക്കുന്നു, അവരെ പ്രോസസ്സ് ആയി. അവര് കളർ ചെയ്യുന്നു, വരയ്ക്കുന്നു, നോക്കി വരയ്ക്കുന്നു, നമുക്കത് കാണിച്ചു തരുന്നു. ഇതൊക്കെ അവർ എൻജോയ് ചെയ്യണം. അല്ലാതെ നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ ചിത്രം വരയ്ക്കണേ നന്നായിട്ടുണ്ടോ, ഭംഗിയുണ്ടോ, ഈ കാര്യങ്ങൾ ഇങ്ങനെ നോക്കും. അതായത് അവരുടെ ഈ ത്രൂ വർക്ക് ഹി ഡെവലപ്സ് കോൺസെൻട്രേഷൻ ഉണ്ടാവും, ശ്രദ്ധ ഉണ്ടാവും. ഹിസ് മോട്ടോർ ഡെവലപ്മെന്റ്, അവർക്ക് മോട്ടോർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. അവരുടെ ആക്ടിവിറ്റീസ്, അവരെ കൈ കാല് നടക്കുക, പിടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് ആവും. വർക്ക് ഹാബിറ്റ്, ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടല്ലോ, ഇതിൽ നമുക്കൊരു ശീലം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മോർ ഇമ്പോർട്ടന്റ്ലി ഹിസ് സെൽഫ് കൺസെപ്റ്റ് എന്നാണ്. അവർക്കൊരു സ്വയം ഒരു സെൽഫ് കൺസെപ്റ്റ്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഐഡന്റിറ്റി, ഇതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ഒരു പണി ഈ ഒരു കളിക്കുന്നതിലൂടെ അവർക്ക് എന്താ കിട്ടാൻ, പക്ഷെ ഇങ്ങനെയുള്ള ഓരോ ഇതിലൂടെയാണ് അവർക്ക് അവരുടെ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഫർസാന തസ്നി സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ, അത് ഇനി സ്പീഡ് കുറയ്ക്കണോ?
അത് നോട്ട് എഴുതി എടുക്കണ്ടേ ആ പറയണ പോയിന്റ്സ് പറയേണ്ടി വരുമല്ലോ ഗ്രൂപ്പിലെ. അപ്പൊ സമ്മറി പറയണല്ലോ ഗ്രൂപ്പിലെ, അപ്പൊ നോട്ട് എഴുതി എടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി നേരത്തെ ആരാ വായിച്ചിട്ടുണ്ടായിരുന്നു? അവര് നെക്സ്റ്റ് പോയിന്റ് വെച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഞാൻ പറയാം, ഈ ആപ്പ് പുതിയതാണ്. അപ്പോ നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ ആണെങ്കിൽ ആരെ സംസാരിക്കുന്നെങ്കിൽ അവര് നമ്മുടെ അപ്പുറത്ത് വന്ന് അവരുടെ പേരെ കിടക്കുക. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. നമ്മുടെ അപ്പുറത്ത് ആരാണോ അവര് മൈക്കും വീഡിയോ ഓൺ ആയാലും അല്ലെങ്കിലും അവരെവിടെയാണോ അവിടെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആരാണ് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ സംസാരിക്കുന്ന ആളൊന്ന് പേര് പറയണേ. എൻ്റെ പേര് രേഷ്മ. രേഷ്മ. അപ്പൊ രേഷ്മ സെക്കൻഡ് പോയിന്റ് വായിച്ചോളൂ കേട്ടോ. The child follows a low maximum effort to succeed by himself. The intensifies his efforts to grow. The must do himself and no longer developing. He has reached the norm of the spices. But the child is being in a constant state of transformation. He interacts with the environment and absorbs impressions for his psychic development. മിസ്സിന്റെ മൈക്ക് ഓഫ് ആണ്. സോറി, ഞാൻ എക്കോ ഓഫ് ചെയ്ത. അതായത് എന്താണ്, ഒരു കുട്ടി വിചാരിക്കുന്ന ഒരു മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാനാണ്. മാക്സിമം ലോ ഓഫ് എഫേർട്ട് എന്നുള്ളതാണ് അവർ ഇതാക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വീടുകളിലുള്ള കുട്ടികളും അവരൊരു കാര്യം ഇപ്പൊ കളിക്കണം. ചിലവരൊക്കെ ചോദിക്കും, നീ എന്താ കാളകൂട്ടിന് പോയി വന്നിരിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്രയും അവരുടെ എനർജി എല്ലാം അതിൽ കളഞ്ഞിട്ടാണ് അവരൊരു പണി ചെയ്യുക. എന്താണ് അവരെ ഇന്റൻസിഫൈസ്, അവരെന്താണ് എല്ലാം അവരെല്ലാം കൊടുത്തിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. അതായത് എന്താ വെച്ചാൽ അവർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് അവര് ആ ഡെവലപ്മെന്റിന് വേണ്ടി അവരെല്ലാ കാര്യങ്ങളും കൊടുക്കണം. അത്ര മാക്സിമം എഫേർട്ട് എടുക്കുകയാണ്. അവരുടെ ലിമിറ്റിൽ എത്ര പവർക്ക് ലിമിറ്റ് ഉണ്ടോ അത്രയും അവര് പോവാണ്. അങ്ങനെ എന്താണ് ഇവർക്കൊരു കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ചൈൽഡ് അവരുടെ ശരീരം ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. അവരെന്താണ് അങ്ങനെ അവരുടെ എൻവിറോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അതിന്ന് അവർക്ക് കിട്ടാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ അവർ അബ്സോർബ് ചെയ്തെടുക്കും. ഇതാണ് ആ പോയിന്റിലുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു ചൈൽഡ് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ പോയിന്റ്, ഫസ്റ്റത്തെ പോയിന്റ് ഉണ്ടല്ലോ, അത് അണ്ടർലൈൻ ചെയ്തോളൂ. ദ ചൈൽഡ് ഫോളോസ് എ ലോ ഓഫ് മാക്സിമം എഫേർട്ട് എന്നുള്ളത് എന്താണ്, മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു കാര്യങ്ങൾ ചെയ്യുക. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരെല്ലാം എനർജിയും എഫേർട്ടും അതിലെടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, അവർ എൻവിറോൺമെന്റിൽ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ അവർ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങൾ മനസ്സിലാവാൻ ഡിഫിക്കൽട്ട് ഉണ്ടാവുന്ന എന്താ വെച്ചാല് നമ്മളിതൊന്നും കാണുന്നില്ല. കുട്ടികൾ കളിക്കുക എന്നുള്ളതും കളിക്കുക, ഇതാക്കുക, ക്ഷീണിച്ചു വരിക, വീഴുക, പൊട്ടുക, മുറിയാവുക, ഇതൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ ഇതെല്ലാം അവർ ചെയ്യുന്നത് ചിലപ്പോൾ അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം അവരുടെ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോയിന്റ് ഓക്കെ ആണോ? പോയിന്റ് നമ്പർ 2 ഓക്കെ ആണോ? ഓക്കെ രേഷ്മ, നെക്സ്റ്റ് പോയിന്റ്. Children work for the same process. However, the adult is concerned with the end and result. Hello, Miss. ഓക്കെ. ഒരു കുട്ടി എന്തിനാ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്? അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താണ് അതിന്റെ ഒരു എൻഡ് റിസൾട്ടിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല. നമുക്ക് വേണ്ടിയിട്ടാണോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊരു കുട്ടികൾ പോലും നമ്മൾ എന്ത് പറയും, നമ്മൾ എന്ത് ചിന്തിക്കും, അവർക്ക് അവരിപ്പോ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ റിസൾട്ട് എന്താന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് പല സാധനങ്ങളും നാശാവുന്നതും അടി കിട്ടുന്നതും ചീത്ത കേൾക്കുന്നതും എല്ലാം.
നമ്മളെല്ലാം ചെയ്യുമ്പോ എന്താ അതിന്റെ എന്തായിരിക്കും അതിന്റെ അവസാനം, എന്തെങ്കിലും ലാസ്റ്റ് കിട്ടുക. ഈ ക്ലാസ്സിന് ചേരുന്നതിന്റെ മുമ്പ് മോണ്ടിസോറി ടീച്ചിങ്ങിന് ചേർന്നാല് എന്തുണ്ടാവും, ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, ഇത് പഠിച്ചിട്ട് എനിക്ക് എന്താ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കില്ലേ. ഇപ്പോ നിങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികളോ ആരെങ്കിലും അനന്തരഫലം നോക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടാക്കിയ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂർക്കും ചിലപ്പോ ചിലവർക്ക്. ആർക്കെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ചാറ്റ് ബോക്സിൽ ഇടണേ. ഇല്ലല്ലേ, ചിലപ്പോ ചിലർക്ക് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവും. നമ്മള് റീൽസിലൊക്കെ കാണുമല്ലോ, അരിപ്പൊടി ബക്കറ്റിൽ ഈ അരിപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ പാടങ്ങനെ എടുത്തതായിട്ട് നമ്മള് പ്രേതസന്മേലും നണ്ണിനെയൊക്കെ കാണുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ സ്റ്റോർ റൂമിന്റെ റീൽസ് ഓർമ്മ, സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും പൊടിയിൽ ഇങ്ങനെ കുളിച്ചിട്ട് പൗഡർ ഇട്ട് കുട്ടപ്പനാക്കിയ പോലെ വന്ന ഒരു റീൽസ് കണ്ടൊരു ഓർമ്മ ഉണ്ട് എനിക്ക്. നെക്സ്റ്റ് പോയിന്റ് വായിച്ചോളൂ രേഷ്മ. The rhythm of the child's work different from the adult. A child of about 3 to 5 years who wants to work with the 10 kids of pink tower on a rough would make 10 separate journey all across the room. An adult would never act in that way. The child does not hurry as we do towards the end. By following his rhythm, he is able to prepare himself. നമ്മളത് ഫസ്റ്റിൽ പറഞ്ഞ പോയിന്റ് ആണ്. എന്താണ്, ഒരു കുട്ടിയുടെ റിതം ഒരു അഡൽട്ടിൽ നിന്ന് ഡിഫറെന്റ് ആണ്. എന്താണ് ഈ താളം, ഓരോ കാര്യങ്ങൾ ഒരു 3 to 5 വയസ്സ് വരെയുള്ള ഒരു കുട്ടി, ഇപ്പൊ നമ്മൾ പിങ്ക് ടവർ എന്ന് പറഞ്ഞു മോണ്ടിസോറിയുടെ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ഇതോടെ ടവർ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒരുപാട് കട്ടകളായിരിക്കും. അടിയിൽ വലിയ ബോക്സ് ട്യൂബ്, അതിന്റെ മുകളിൽ അങ്ങനെ 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 വെക്കുന്നത്. ഒരു കുട്ടി എന്താണ് ഇതോടെ ടവർ ഉണ്ടാക്കാണ്. അപ്പൊ അവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ചവിട്ടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുന്നിട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ അതിലേക്ക് എങ്ങനെ കൊടുന്നേക്കാം, ഓരോ കട്ട അത് പോയിരിക്കുന്നു ഇവിടെ വെക്കുന്നു, അവിടെ പോയിരിക്കുന്നു ഇവിടെ വെക്കുന്നു. അങ്ങനെ ഇപ്പൊ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ ആ 10 എണ്ണം അങ്ങനെ കൊടുന്നേക്കാം. നമ്മൾ എന്താ ചെയ്യാ, അങ്ങനെയൊക്കെ പാടം വാരി ഇങ്ങനെ വരുന്നു. ഒരു അഡൾട്ട് ആണെങ്കിൽ മാക്സിമം എന്തൊക്കെ കൊള്ളിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഇനി അത് ഇങ്ങനെയാണ് ഒന്ന് വായിൽ ഇവിടെ പിടിച്ചിട്ടാണെങ്കിലോ ഇങ്ങനെയൊക്കെ നമ്മൾ അതെല്ലാം പാടെ ഒറ്റയടിക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് ഒരു അഡൾട്ട് ആക്ട് ചെയ്യുക. ഒരു കുട്ടി അങ്ങനെയല്ല ആക്ട് ചെയ്യാന്നാണ്. അവര് ആ എൻഡിനോട് ഒരിക്കലും അവര് ഹറിബറായിട്ട് വേഗം കൂട്ടില്ല. വേഗം ഇത് തീർന്ന് കിട്ടണം, ഈ ഒരു ജോലി വേഗം തീർന്ന് കിട്ടണമെന്നും അവരാഗ്രഹിക്കുന്നില്ല. എന്താണ്, അങ്ങനെ അവരുടേതായ ഒരു അവരുടേതായ ഒരു റിതത്തിൽ അവരുടെ താളത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അവരിങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അവരെ തന്നെ പെർഫെക്റ്റ് ആകാൻ പറ്റും. അത് നമ്മളെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ, നമ്മൾ നിർബന്ധിക്കാണ്ട് അവർക്ക് അവരെന്നെ അവരൊരു സെൽഫിനെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 പോയിന്റ്സ് മനസ്സിലായോ? ഹലോ, ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതൊരു പാരഗ്രാഫും 4 പോയിന്റ്സും ഉണ്ട്. സമയം 2:53 ആ പോയിന്റ് ഇന്ന് എടുക്കണോ നാളെ എടുക്കണോ, അല്ല സോറി അടുത്ത ക്ലാസ്സിൽ എടുക്കണോ? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കെന്നത് എടുക്കാം. ഹലോ, അതും കൂടി എടുത്തിട്ട് നിർത്തിയാൽ മതിയോ? 3 മണി ആയിട്ടില്ലല്ലോ. എടുക്കാം. എന്നാ അടുത്ത ആൾ വായിച്ചോളൂ. നിങ്ങളുടെ പേരിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ, അതാണ് ഞാൻ പേരാരെയും വിളിക്കാത്ത. പേര് പഠിഞ്ഞ പിന്നെ ഞാൻ പേര് വിളിക്കും. പിന്നെ ഇപ്പൊ പേര് വിളിക്കാത്ത എന്താ വെച്ചാൽ കുറച്ച് പേർക്ക് ടെക്സ്റ്റ് ഇല്ലല്ലോ. അപ്പോ ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്തത് ആരാ വായിക്കുന്നേ? ഓക്കെ. Love of independence. As far as Maria Montessori is concerned, independence is a biological term.
Being independent means one must function without the immediate help of others. In human development, acquisition of successive grades of independence corresponds to experience such as learning to walk, to reason, and so on. Children strive to more independence. The acquisition of independence is essential to a child's development. The more child gains independence, the more emotionally strong he will be. Child uses the independence as an inner guide for his actions. Depends means horse race. ഓക്കെ. എന്താണ് ഈ മരിയ മോണ്ടിസോറിയുടെ ഒരു അഭിപ്രായത്തില് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഒരു കുട്ടിക്ക് ഒരു കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ബയോളജിക്കൽ നീഡാണ്. ഒരു എന്താണ് ജൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്, ജൈവപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർക്ക് ഈ ഒരു ഇത് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് എന്താ ഒരു ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അവർ അത്യാവശ്യമാണ് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ഫ്രീഡം കിട്ടുക, അവര് സ്വതന്ത്രമാവുന്ന എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരൊരു ഹെൽപ്പ് ഇല്ലാണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മൈക്ക് ഓൺ ആയി പോയി. ഇല്ലാന്ന് വിചാരിക്കണു. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. ആരുടെ ഹെൽപ്പ് ഇല്ലാണ്ട്, മറ്റുള്ളവരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് ഒരു കാര്യം അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് ഈ അവരെ സ്വതന്ത്രനാക്കുക, ഫ്രീഡം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്യിപ്പിക്കാം. 6 മാസം മുതലുള്ള കുട്ടികൾക്ക് തന്നെ ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കാൻ പരിശീലിപ്പിക്കുക എന്നാണ് പറയുന്നത്. നടക്കാൻ പഠിക്കുക, ചിന്തിക്കാൻ പഠിക്കുക. നമ്മുടെ ഇതൊക്കെ എന്താണ് ഈ ഓരോ അനുഭവം നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടങ്ങളായിട്ട് വരും. നമുക്കറിയാം ഒരു കുട്ടി നടക്കാൻ തുടങ്ങണം, മുട്ടുകുത്താൻ തുടങ്ങണം, കുട്ടി വീഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കുട്ടീനെ എടുക്കുക. കുട്ടി വീഴുമല്ലോ, കുട്ടി മുട്ടുകുത്തി നടന്നാൽ വീഴുമല്ലോ, മുട്ടിലും മുറിയാവുമല്ലോ, നടക്കാൻ പഠിച്ചു വെച്ച് നമ്മൾ എപ്പോഴും കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുക. അപ്പൊ നമുക്ക് എന്താ അറിയാം, ഒരു നിലത്ത് കിടത്താത്ത കുട്ടിക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല. അവര് നടന്ന് വീണിട്ടും ഉരുണ്ടിട്ടൊക്കെ നടന്ന് പഠിച്ചാലുള്ളൂ എന്താണ് അവർക്ക് നടക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കില്ല അല്ലോ, നമുക്കത് അറിയാലോ. എന്താണ് കുട്ടികൾ വളരുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സ്വയം പഠിക്കണം. ഇവരെന്ത് ചെയ്യണം, ഈ ഒരു ഇൻഡിപെൻഡൻസ് നേടാനും കുട്ടികൾ ശ്രമിക്കും. ഒരു കുറച്ചൊക്കെ കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ നമുക്കറിയാം ഒന്നും കൂടി തുടങ്ങില്ല. അപ്പത്തിന് എന്താണ് കുട്ടികൾ കൈ വിട്ട് ഓടാൻ പറയും. അവരെ കൈ പിടിക്കുന്നത് ഇഷ്ടമല്ല, അവർക്ക് പിടിച്ചാൽ അവർ നടക്കില്ല. അവർക്ക് വിട്ടിട്ട് ഓടേണ്ടി വരും, വീഴേണ്ടി വരും അല്ലേ? അനുഭവം ഉണ്ടോ? പിന്നെ 3 കുട്ടികളാണ്. നല്ല അനുഭവമുണ്ട്. അനുഭവം ആവണുള്ളൂ, 8 മാസമായിട്ടുള്ളൂ, മുട്ടൂത്തിനുള്ളൂ. അവരാ സ്വാതന്ത്ര്യം ഞാൻ തന്നെ ചെയ്യും, ഞാൻ തന്നെ കഴിക്കും, ഞാൻ തന്നെ ഇതാക്കും, എനിക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ട, അങ്ങനെ പറയുന്നത് ഇതുകൊണ്ടാണ്. അവരെ ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുക എന്നുള്ളത് എന്താണ് അവരുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്, ആവശ്യം തന്നെയാണ്. ഈ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവര് കുട്ടിയുടെ വ്യക്തിത്വം പൂർണ്ണമായിട്ട് വളരില്ല. ഇപ്പൊ എപ്പോഴും ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ വീട്ടിൽ എപ്പോഴും കുട്ടിക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടി എന്താണ് ഒരിക്കലും സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാന് കഴിയാത്ത ഒരാളായിരിക്കും. ഇപ്പൊ ഈ കുട്ടികൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. നമുക്ക് എല്ലാ പാമ്പറിങ് ഒക്കെ കിട്ടി നമ്മൾ നന്നായിട്ട് കൊഞ്ചിച്ചുള്ള ഒരു വീടാണ് വിചാരിച്ചു. നമ്മളൊരു കുറച്ച് വലുതായിട്ട് ഒരു ക്ലാസ് എടുക്കണം, അപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യണം. ഇതിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട് ചോദിക്കണം. അപ്പൊ എല്ലാവരും ഞാനൊക്കെ വലിയ ആളാണ് എന്നുള്ളത് ഇതിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും സാധിക്ക സ്വന്തമായിട്ട് ഡ്രസ്സ് അലക്കുന്ന കുട്ടികൾ, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടി, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഡ്രസ്സ് ചെയ്യുക, മുടി കെട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യും യെസ് ഐ എം നോട്ട് ഇൻഡിപെൻഡന്റ്, ഐ എം എ ഡിപ്പെൻഡന്റ് എന്നുള്ളത്. അപ്പൊ എന്താണ് അവരുടെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാത്തൊരു വ്യക്തിയായിട്ട് മാറുകയാണ്.
അപ്പൊ അവരുടെ ഒരു വ്യക്തിത്വം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഡിപെൻഡൻസ് അവർക്ക് കൊടുക്കണം. അത് വിചാരിച്ച് നമ്മൾ കുട്ടികൾ അങ്ങോട്ട് കൊണ്ട് ഒഴിച്ചു വിടുക എന്നുള്ളതല്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കുട്ടികൾ കൂടുതൽ ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ എന്താവും, അവർക്ക് കൂടുതൽ ഇമോഷണലി അവർ സ്ട്രോങ് ആവും. ഈ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് കുറച്ച് ആത്മവിശ്വാസവും കൂടും. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല. ഇപ്പൊ ചില കുട്ടികള് ഫുഡൊന്നും എല്ലാ ഐറ്റം ഫുഡൊന്നും കഴിക്കില്ല. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ വലിയ കുട്ടികളുള്ളവരുണ്ട്, ചെറിയ കുട്ടികളുള്ളവരുണ്ട്. അപ്പൊ എല്ലാ ഭക്ഷണം കഴിക്കില്ല. ചിലപ്പോൾ ചിലർ ഒറ്റയ്ക്ക് ഉറങ്ങാത്തവരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ പുറത്തേക്ക്, അതായത് അവരൊരു ടൈം കഴിയുമ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടോ അങ്ങനെയൊക്കെ പല ടൈമിൽ പഠിക്കേണ്ടിയൊക്കെ വരും. അല്ലെങ്കിൽ അവർ പുറത്തു വിടുക, ടൂർ പോവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പാരന്റ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. കാരണം എന്താ, അവർക്കറിയാം അവരുടെ കുട്ടി അവർക്കത് സർവൈവൽ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാത്ത ആളാണ്, ആ ഭക്ഷണം കഴിക്കില്ല, എല്ലാ ഭക്ഷണവും കഴിക്കാത്ത ആളാണ്, ഒരു പിക്കി ഈറ്ററാണ്. അപ്പൊ എന്താണ്, അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അപ്പൊ നമ്മൾ എന്താണ്, അപ്പൊ അവർക്ക് ഇപ്പൊ നേരെ മറിച്ച് എല്ലാം കഴിയുന്ന ആൾക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ എല്ലാവരും സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, ഒരു നാട്ടിൽ ചെന്നാൽ എങ്ങനെ ജീവിക്കണം എന്ന് എങ്ങനെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു കഴിവിനനുസരിച്ചിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന വിശ്വാസത്തിൽ ഒറ്റയ്ക്കൊക്കെ ട്രിപ്പ് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എന്താണ്, അതായത് അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം കിട്ടി, അവർ ഓരോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചാൽ അവരുടെ കോൺഫിഡൻസ് കൂടും. നമുക്ക് തന്നെ അറിയില്ല, നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലാത്ത ആൾക്കാരുണ്ടാവും. ഒരു സ്റ്റേജിൽ ഒരു പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ കഴിവുള്ള കുട്ടികളും കഴിവില്ലാത്തവരുണ്ടാവും. പക്ഷെ ചില കുട്ടികൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ, അവർ ചെയ്ത് ഒരു കുഴപ്പമില്ല. ചിലവർ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി നിർത്തിയാലും പിന്നെ ആകെ കരഞ്ഞ് ഇതായി എങ്ങനെയെങ്കിലൊക്കെ സ്റ്റേജിൽ നിന്ന് ഓടി വരാനായിരിക്കും നോക്കുന്നുണ്ടാവുക. മറ്റൊരാളുടെ എന്താണ് ഒരു കാര്യത്തിനും മറ്റൊരാളുടെ തീരുമാനം വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് ഒരു കുട്ടി തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഞാൻ അത് ചെയ്യട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ എന്നുള്ളതിനുപരി അവരെന്നെ സ്വയം ഓരോ കളികൾ എന്താന്ന് തെരഞ്ഞെടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. നെക്സ്റ്റ് എന്താണ്, കൂടുതൽ ഡിപ്പെൻഡൻസി ഉണ്ടാകുന്ന ഒരു ബന്ധനാവസ്ഥ എന്നാ പറയുന്നത്. നമുക്കൊരു കെട്ടിട്ട പോലെയാണ്, എന്നെ കൂടുതൽ അടച്ചു വെക്കുക എന്നൊക്കെ പറയല്ലോ. നമ്മൾ എല്ലാ കാര്യത്തിലും വേറൊരാളെ നമ്മൾ എന്താണ് അങ്ങനെ എപ്പോഴും ആശ്രയിക്കണം. അപ്പൊ അത് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടാണ്, അവരുടെ കോൺഫിഡൻസ് അവിടെ കുറയും. പോയിന്റ്സ് ആരാ വായിക്കുന്നേ? ഇത് ഓക്കെ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? നെക്സ്റ്റ് പോയിന്റ്സ് ആരാ വായിക്കുന്നേ? ഇപ്പൊ വായിച്ച ആളിനെ വായിക്കോ? ഓക്കെ, ആരാണ് വായിക്കുന്ന ആൾക്കാർ? പേര് പറയണേ. എന്താണ് പേര്? മാസിനാണോ? മുഹ്സിന. എനിക്ക് എന്താ അറിയോ, എന്റെ സ്പീക്കറിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല, അങ്ങനെ കുറച്ചിന് മുഹ്സിന മൂന്നും സിനാന്ന് മാത്രമേ കേൾക്കണ്ടായിരുന്നു, അതോട്ടാണ്. സോറി. വായിച്ചോളൂ. Firstly, the child must be aided in developing discipline. They should be given constructive work. ഓക്കെ, എന്താണ്, കുട്ടികളില് അച്ചടക്കം ഉണ്ടാക്കാൻ സഹായിക്കണം. അത് ശിക്ഷയിൽ കൂടെ അല്ല, നല്ല ശീലങ്ങളും ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശവും കൊണ്ടാണ് അത് അവർക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാവുക. അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്ലിയർ കട്ട് ക്ലാരിഫിക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഡിസിപ്ലിൻ ഉണ്ടാവുക. അവർക്ക് ഓരോ വർക്കുകളും കാര്യങ്ങളും കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, ഒരു മിനിറ്റ്. ഇതിൽ കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നറിയോ? അവർക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, പ്രയോജനമാവണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്കുകൾ ഉണ്ടല്ലോ, ബിൽഡിംഗ് ബ്ലോക്സ്, അപ്പൊ എന്താ അവർക്കത് ഉണ്ടാക്കാനും പറ്റും, അവർക്കൊരു സാധനം അതിൽ ഉണ്ടാക്കാം. പിന്നെ എന്താ, അവർക്കൊരു വീടോ ഒരു കളിസാധനം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇവർക്ക്
അതിൽ സൃഷ്ടിക്കാൻ പറ്റണം എന്തെങ്കിലും, അവർക്ക് ഉണ്ടാക്കാൻ എടുക്കാനും അവർക്ക് പ്രയോജനം ഉണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറയാം. ഇപ്പോ അത് ക്ലാസ് കഴിഞ്ഞാല് ഞാൻ എൻ്റെ ഇത് പറ്റുന്നതിനനുസരിച്ച് ഞാനൊരു ഇത് അയച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്ന കുറെ പ്ലേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോ ഒരു ജാറിൽ നിന്ന് അങ്ങനെ മുത്തുകളൊക്കെ അങ്ങനെ പെറുക്കി വേറെ നിൽക്കുക, സെയിം കളേഴ്സ്, അങ്ങനെ കാര്യങ്ങളാകുമ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിന് ഇടാൻ പറ്റും. അതുകൊണ്ട് അവർ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവരുടെ കോർഡിനേഷൻ, ചെറിയ കാര്യങ്ങൾ എടുക്കാൻ അവർ പഠിക്കും, കളേഴ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ അവർ പഠിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഈ ഇത് പറയാം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇങ്ങനെ ചെടികൾക്കും കാര്യങ്ങൾക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എന്താവും അവർക്ക് തന്നെ, അപ്പൊ എന്താണ് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് കുടിക്കണമെങ്കിൽ അവർക്ക് പറ്റും. മേശ തുടച്ചു കൊടുക്കുക, അവിടെയുള്ള സാധനങ്ങളൊക്കെ അടുക്കി ഇങ്ങനെ വെക്കുക. പിന്നെ ഇപ്പൊ ചെടികൾക്ക് ഇപ്പോ ഒരു കുട്ടി വന്നു, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ മുസിനാണല്ലോ ഇപ്പൊ വായിക്കുന്നത്, മുസിന ടീച്ചറായിരിക്കണം. അപ്പൊ ഒരു കുട്ടി വരികയാണ്. അപ്പൊ മൂസിന് ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു വർക്ക് കൊടുത്തു. ജനലിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. എല്ലാവർക്കും ഓരോ ദിവസം ഓരോരുത്തർക്കാണ് മിറർ ക്ലീനിങ് ഒക്കെ. അപ്പൊ എന്താണ് ഇവർക്ക് മൂസിനൊരു വർക്ക് കൊടുത്തു, എന്നൊരാൾ ചെടി നനയ്ക്കണം. അപ്പൊ ചെടി നനയ്ക്കാനുള്ള ആൾക്ക് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരു ക്ലാസ് ലീഡർക്ക് ബോർഡ് മായ്ക്കണം, ഡേറ്റ് എഴുതിയിടണം. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓരോരോ സമയത്താണ് പഠിച്ചിട്ടുള്ളത് ക്ലാസ്സിലെങ്കിൽ പോലും നമുക്ക് അങ്ങനത്തെ കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് അന്ന് ഇനിയിപ്പോ ബോർഡ് വൃത്തിയാക്കുക അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് അടിച്ചു വരാനുള്ള ആളൊക്കെ എന്ത് ചെയ്യും, നേരത്തെ വരും. അതിനൊക്കെ അവർക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും. അങ്ങനെ നമുക്ക് അവർക്ക് വർക്കുകൾ കൊടുക്കണം. ഇങ്ങനെയുള്ള വർക്കുകൾ, ഇങ്ങനെ എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നാളെ നിങ്ങൾ ടീച്ചേഴ്സ് ആവേണ്ട ആളുകളാണ്. സോ അപ്പൊ ഇങ്ങനത്തെ അപ്പൊ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതെല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല. കൺസ്ട്രക്റ്റീവ് വർക്ക് ആണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, പക്ഷെ എന്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചോളൂ മൂസിന. Secondly, the child must be given the opportunity to work with materials in the environment. Never do what the child can do for himself. No one can be free unless he is independent. Therefore, the first active manifestation of the child's individual liberty must be so guided that through activity he may attain independence. We habitually serve children, and this is not only an act of servility towards them, but it is dangerous, since it tends to suffocate their youthful, spontaneous activity. Our duty towards youth, in every case, of helping him to make a conquest of such useful acts as nature intended that he should. അപ്പോ നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു. അതായത് ഈ വർക്കുകളൊക്കെ ചെയ്യാൻ അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കണം. ഇപ്പോ നമ്മള് കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ, ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പൊ പിടിക്കണം, ഇതാക്കണം ഒക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽസ് വേണം. അവർക്ക് കളിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് കൊണ്ട് നമുക്കൊരു എൻവിറോൺമെന്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ അത്രക്കില്ലെങ്കിലും നമുക്കറിയാം, പുറത്തൊക്കെ ഉള്ള ആൾക്കാര് കുട്ടികൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവർക്ക് അവരുടെ കുട്ടികളുടെ റൂമും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ മോണ്ടിസോറി ഇതിനനുസരിച്ചിട്ട് അതിലുള്ള ടീച്ചേഴ്സും അല്ല അത് അനുസരിച്ച് കുട്ടികളെ വളർത്തുന്ന ആളുകളും കുട്ടികളെ റൂമൊക്കെ സെറ്റ് ചെയ്യും. എങ്ങനെ വെച്ചാല് അവരുടെ ബെഡ്, ഫ്ലോർ ബെഡ് ആയിരിക്കും കൊടുക്കുക. ആ റൂമിൽ ബെഡ് ഉണ്ടാവും. അതായത് ആ കുട്ടിക്ക് തനിയെ കയറി കിടക്കാൻ പറ്റും, അതിൽ നേരെ ഇറങ്ങാനും പറ്റും. പിന്നെ ഒരു ക്യാബിൻ ഉണ്ടാവും, ഇങ്ങനെ നമ്മുടെ എന്താ പറയാ ഷോക്കേസ് ഒക്കെ പോലെ അവർക്കും ഓർഗനൈസേഷൻ ചെയ്യുന്നതല്ല, ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഒരു നിലത്തിനോട് ചേർന്നിട്ടായിരിക്കും അവരുടെ ഓരോ കളിസാധനങ്ങളും അടുക്കി വെച്ചിട്ടുണ്ടാവും. ഓപ്പൺ ബാസ്ക്കറ്റ്സ് ആയിരിക്കും കുട്ടികൾക്ക്. അപ്പൊ എന്താവും, ഈ കുട്ടി ഉറങ്ങി നീച്ചാല് അവിടെ പോവാം, അവർക്ക് എന്ത് ചെയ്യാം, അത് റൂമിലൂടെ തനിയെ അവർക്ക് നടക്കാം, അവർക്ക് വേണ്ട കളിസാധനം അവരെ കയ്യെത്തുന്ന ദൂരത്തുണ്ടാവും, അതെടുക്കാം. ഓപ്പൺ ബാസ്ക്കറ്റ്സ് ആയതുകൊണ്ട് അവർക്ക് എടുക്കാം, കളിക്കാം. ഇതൊക്കെ ചൈൽഡ് സേഫ് മെറ്റീരിയൽസ് ആയിരിക്കണം. ഇൻസ്റ്റഗ്രാമില്
അമ്മ വലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ട്. ആള് മോണ്ടിസോറി ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ 2 കുട്ടികളുണ്ട്. അപ്പൊ അവരെ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കയറി നോക്കാം, ഹെൽപ്ഫുൾ ആവും. നമുക്കിപ്പോ അവരെ സെറ്റ് ചെയ്യുന്ന എൻവിറോൺമെന്റും കളിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളും ഒക്കെ കാണാം. ഇനി നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നമുക്ക് അങ്ങനെ കൊണ്ടുവരാമല്ലോ, ഇങ്ങനെ സാധനങ്ങളൊക്കെ വേണം എന്നുള്ളത് പറയണമെങ്കിൽ നമുക്കത് അറിയണം. ഓക്കെ, പിന്നെന്താ, നെവർ ഡു വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ഫോർ ഹിംസെൽഫ്. ഒരു കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്തു കൊടുക്കരുത്. അവര് ആ കാര്യം ചെയ്യുന്നവരെ എന്താണ് നമ്മൾ നമുക്ക് ആരും തിരക്കില്ല. ഒരു കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും, പക്ഷെ അവർ കഴിക്കുന്നില്ല. അപ്പൊ എന്താണ് നമ്മൾ പറയാം, നീ കുറച്ചു നേരം കഴിക്കും, കുറച്ച് കഴിക്കുക, എന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ അവർ ആ മുഴുവൻ ഭക്ഷണം കഴിച്ച് കഴിയുന്നവരെ നമ്മൾ ഫ്രീ ആവുന്നില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അവരുടെ ആ ഒരു ഇത് കൊടുക്കണം, അവരെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് നമ്മൾ അതിൽ പറയുന്നത്. ഒരു അവസരം കിട്ടിയാലല്ലേ ഉള്ളൂ അവർക്കത് പഠിക്കാൻ പറ്റുക. അതാണ് ശരിക്ക് ആ ഒരു സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. ഇതിലെന്താ, ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോ ഇത് കൊടുക്കണതിൽ കത്രിക, കത്തി, ബ്ലേഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ ഈ റൂമും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതിൽ പറയണതിൽ തന്നെ അവർക്ക് നമ്മൾ റീച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്കൊരു എന്താ പറയാ ഫ്രീ ആയിട്ട് അവരത് വെച്ചിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റണം. ചെറിയ ചെറിയ വായിൽ പോകുന്ന സംഭവങ്ങൾ പറ്റില്ല. അങ്ങനെ എല്ലാം നോക്കിയിട്ട് അവരൊരു ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അവരൊറ്റയ്ക്ക് റൂം, ഒറ്റയ്ക്ക് ബെഡ്. അപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അത് പോസിബിൾ ആയിരിക്കില്ല, പക്ഷെ അങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാലോ. ഹലോ, ഹലോ, വായിക്കട്ടെ. ആ ഹലോ, വായിക്കട്ടെ മിസ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? Thirdly, the child needs to know and have an understanding of good and evil. To achieve this distinction, the adult must set firm limits against destructive and antisocial actions. എന്താണ് അവർക്ക് അറിയണം എന്താണ് ഗുഡ്, എന്താണ് തെറ്റ് എന്നൊക്കെ നമ്മൾ പറയണം. അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഉള്ളൂ അവർക്കത് മനസ്സിലാവുക. അതായത് എന്താണ് നമ്മൾ പറയില്ലേ മൂല്യബോധം. ശരിയായി. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 4 ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ തുപ്പുന്നത് ഒരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൂട്ടാം. കൊലപാതകങ്ങൾ, മോഷണങ്ങൾ, ഇതെല്ലാം എന്താണ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ മൂല്യബോധങ്ങളുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അപ്പൊ എന്താ നമ്മൾ അവർക്കില്ലേ പറഞ്ഞു കൊടുക്കണം മുതിർന്നവർ ചെയ്യുന്നതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങള്. നമ്മളിപ്പോ അവരുടെ മുമ്പിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോ കുട്ടീനോട് പറയാണ് ഫോൺ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കണ്ട, എന്നിട്ട് അവരെങ്ങനെ ഭക്ഷണം കഴിച്ചുമ്പോ അവർ നെക്സ്റ്റ് കാണുന്നത് എന്താ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നത്. സോ കുട്ടിക്ക് ഡിഫറൻസ് മനസ്സിലാവില്ല. സോ അവർ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. നമ്മളെ കാര്യങ്ങൾ ഇതാക്കണം. ഇപ്പൊ അവർക്ക് നമ്മൾ ഫ്രീഡം കൊടുത്തു. ആ ഫ്രീഡം കൊടുക്കുന്നത് എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല, അതായത് ബാക്കിയുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു ഫ്രീഡമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി 4ാമത്തെ പോയിന്റ് നോക്കിയാലോ. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പൈസ വായിച്ചോളൂ. ഫായിസ. Hello, Miss.
വായിച്ചോളൂ. Fourthly, the child must be associated to develop his will. The child's energies must be directed towards a given end on the activities chosen for him. അതായത് ഇവരുടെ ഒരു ഇച്ഛാശക്തി എന്നാണ് നമ്മൾ വിൽ പവറിന്, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവം വളരെ നമ്മൾ അനുവദിക്കുക എന്നുള്ളത്. അവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള നമ്മൾ അവസരം കൊടുക്കുക. അപ്പൊ അവർക്ക് എന്തായാലും അവരുടെ വിൽ പവർ കൂടും. നമ്മൾ എന്താണ് ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അനുയോജ്യങ്ങളായിട്ടുള്ള എന്താണ് ആക്ടിവിറ്റീസ് നമ്മൾ എന്താണ് ഇതാക്കണം. ഒരു കളർ ചെയ്യാൻ വഹിക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കാം. അതല്ലാത്ത കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. ഓരോ കുട്ടികളുടെയും കഴിവ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കുക. അപ്പൊ എന്താ കുട്ടി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോ നമ്മള് കുട്ടീനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. ലാസ്റ്റ് പാരഗ്രാഫില് പറയുന്നത് വെച്ചാല് ഒരു കുട്ടീനെ ക്ലാസ് ഇപ്പൊ നമ്മളത് വായിക്കുന്നില്ല, ഞാൻ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കുട്ടീനെ ശിക്ഷിക്കല്ല വേണ്ടത്. അവർക്ക് നല്ല സ്വഭാവം പഠിക്കണമെങ്കിൽ ഉണ്ടാക്കുക, ഒരു നല്ല സ്വഭാവം ഉണ്ടാക്കുക, പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്തമാണ്. കുട്ടിയുടെ ഉത്തരവാദിത്തമല്ല. നമ്മൾ അവരെ തല്ലി പഠിപ്പിക്കുക എന്നല്ല, അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്താണ് അവർക്ക് ഒരു ഓർഡർ ഉണ്ടാക്കാൻ, അതായത് എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ചിട്ട് അതെടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാനും ഉള്ള രീതിയിലേക്കുള്ള അങ്ങനെ ക്രമം എടുക്കുക, ക്രമത്തിൽ സാധനങ്ങൾ വെക്കുക, അവര് സെൽഫ് ഡെവലപ്പ് ആവുക, അവർക്ക് അച്ചടക്കം ഉണ്ടാക്കുക. ഇതൊക്കെ എന്താണ് അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുന്നവർക്ക് നല്ലതാണ്. അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തടയുക, വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടെന്ന് പറയാം. പിന്നെ അതേപോലെ ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ, ഒരു അത് ചെയ്തിട്ടൊരു കാര്യമില്ല, അങ്ങനത്തെ ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ കുട്ടിയുടെ ശ്രദ്ധ തകർക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. നമുക്ക് കുട്ടികൾക്ക് ഒരു അച്ചടക്കത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ മാത്രം കൊണ്ടുവരിക. ഇവരുടെ ശ്രദ്ധ കളയുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടൊരു ഉപകാരം ഇല്ലാത്ത, ഒരർത്ഥമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം, മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. സ്വാതന്ത്ര്യം എന്താണ്, കുട്ടികൾക്ക് വളരാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടാതെ തന്നെ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റണം. അവരുടെ ചുറ്റുപാട് അവരുടെ എൻവിറോൺമെന്റ് അവർക്ക് നിയന്ത്രിക്കാനും അവസരം കൊടുക്കണം. അതായത് അധ്യാപകരെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളല്ല, കുട്ടീനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വഴി കാട്ടുന്ന ഒരാളാണ്. അപ്പോഴാണ് കുട്ടികൾക്ക് അവരുടെ എല്ലാ കഴിവും കാര്യങ്ങളും തിരിച്ചറിയാനും വികസിപ്പിക്കാനും ഒക്കെ പറ്റുള്ളൂ. മോണ്ടിസോറി എന്താണ്, ഒരു കുട്ടീനെ മെയിൻ ആയിട്ട് അവരുടെ ഫുള്ളി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കുട്ടീനെ പൂർണ്ണമായിട്ട് വികസിപ്പിച്ചെടുക്കുക, അവരെല്ലാം ചെയ്യാന്നുള്ളതാണ് മോണ്ടിസോറി വിചാരിക്കുന്നത്. ഈ പോയിന്റ്സ് എല്ലാവർക്കും മനസ്സിലായോ ഒന്ന് ക്ലാസ്സിലെടുത്തത്? ഹലോ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ക്ലാസ്സിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പൊ ഞാന് ക്ലാസ് അവസാനിപ്പിക്കാണ്. എന്റെ കുട്ടി കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരി കേട്ടോ.